10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ഇന്നത്തെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടോപ്പോ ഷീറ്റുകളിലെ ലേഔട്ടും നമ്പറിങ്ങും എന്ന ഭാഗമാണ് പഠിച്ചത്. അപ്പോൾ വിവിധങ്ങളായ ഭൂതല സവിശേഷതകളെ വ്യത്യസ്ത നിറങ്ങളിലുള്ള അടയാളങ്ങളും ചിഹ്നങ്ങളും നൽകിയാണ് ധരാതലീയ ഭൂപടങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമുക്ക് മനസ്സിലായി. എന്തുകൊണ്ടായിരിക്കും ടോപ്പോ ഷീറ്റുകളിൽ ഇത്തരത്തിൽ നിറങ്ങളും ചിഹ്നങ്ങളും തന്നിരിക്കുന്നത്? അതായത് ഈ ചിഹ്നങ്ങളും നിറങ്ങളുമൊക്കെ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടവയാണ്. എന്തുകൊണ്ടായിരിക്കും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളുമൊക്കെ ഉപയോഗിച്ചത്? അതായത് ഇപ്പോൾ നമ്മുടെ രാജ്യം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ടോപ്പോ ഷീറ്റുകൾ നമ്മുടെ രാജ്യക്കാർക്ക് മാത്രമാണോ വിശകലനം ചെയ്യുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടത്? അല്ല, മറ്റു രാജ്യക്കാർക്കും അതുപോലെ ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പോൾ ഓരോ രാജ്യക്കാരും തയ്യാറാക്കുന്ന ടോപ്പോ ഷീറ്റുകൾ മറ്റു രാജ്യക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും കഴിയണം. അതുകൊണ്ടാണ് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ച് ടോപ്പോ ഷീറ്റുകളിൽ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കുന്നത്. ടോപ്പോ ഷീറ്റിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട അടയാളങ്ങളും ചിഹ്നങ്ങളും എന്ന ഭാഗത്തെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇനി തന്നിരിക്കുന്ന പട്ടിക ശ്രദ്ധിച്ചാൽ തന്നിരിക്കുന്ന ചിഹ്നങ്ങൾ റോഡുകളെ കാണിക്കുന്ന ചിഹ്നങ്ങളാണ്. ഇത് ഏത് നിറത്തിലാണ് കാണിച്ചിരിക്കുന്നത്? ചുവപ്പ് അല്ലേ? അപ്പോൾ റോഡുകൾ ചിത്രീകരിക്കുന്നതിന് ടോപ്പോ ഷീറ്റുകളിൽ ചുവപ്പ് നിറമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ചിഹ്നങ്ങൾ ശ്രദ്ധിച്ചാൽ ആദ്യം കാണുന്ന ചിഹ്നം എന്താണ്? ഈ ചുവന്ന ഡബിൾ ലൈൻ ടാർ ചെയ്ത റോഡുകളെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ തൊട്ടു താഴെ കാണിച്ചിരിക്കുന്നത് ഗ്യാപ്പുള്ള ഡബിൾ ലൈനാണ്. ഇത് ടാർ ചെയ്യാത്ത റോഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതായി കാണിച്ചിരിക്കുന്നത് ചുവന്ന ഡോട്ടുകളാണ്. ഇത് സൂചിപ്പിക്കുന്നത് നടപ്പാതകളെയാണ്. അടുത്തതായി കാണിച്ചിരിക്കുന്നത് ഒരു സിംഗിൾ ലൈനാണ്. അത് വണ്ടിപ്പാതയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ മുകളിൽ കണ്ട ടാർ ചെയ്ത റോഡിൻ്റെ സിംബലിനോടൊപ്പം മറ്റൊരു സിംബൽ കൂടെ കാണിക്കുന്നുണ്ട്. ഈ സിംബൽ സൂചിപ്പിക്കുന്നത് പാലത്തെയാണ്. അപ്പോൾ റോഡും പാലവുമാണ് ഈ സിംബലിലായി സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ റോഡുകൾ ചിത്രീകരിക്കുന്നതിനുള്ള അടയാളങ്ങളും ചിഹ്നങ്ങളും നിറങ്ങളും നമ്മൾ കണ്ടു. ഇനി അടുത്തത് കാണിച്ചിരിക്കുന്നത് റെയിൽവേ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് ബ്രോഡ് ഗേജിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ്. ഇനി അടുത്ത ചിത്രമോ? ഇത് കാണിച്ചിരിക്കുന്നത് മീറ്റർ ഗേജിനെയുമാണ്. ഇനി അടുത്ത ചിത്രം ബ്രോഡ് ഗേജിനൊപ്പം RS എന്ന് എഴുതിയിട്ടുണ്ട്. അത് റെയിൽവേ സ്റ്റേഷനുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തതായി കാണിച്ചിരിക്കുന്നത് ടാർ ചെയ്ത റോഡിനെ ക്രോസ് ചെയ്തുകൊണ്ടുള്ള ബ്രോഡ് ഗേജ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ലെവൽ ക്രോസിംഗ് ആണ്. ഇനി അടുത്ത ചിത്രത്തിൽ റെയിൽവേ പാതയും പാലവുമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നിറം കാണിച്ചിരിക്കുന്നത് കറുപ്പിലാണ്. എന്നാൽ ലെവൽ ക്രോസിങ്ങിലും പാലം കാണിച്ചതിലും ചുവപ്പ് കൂടെ കാണിച്ചിരിക്കുന്നതായി കാണാം. അപ്പോൾ ഇതൊക്കെയാണ് റെയിൽവേയുടെ ചിഹ്നങ്ങളായി കാണിച്ചിരിക്കുന്നത്. ഇനി ഈ ചിഹ്നങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് കാണിച്ചിരിക്കുന്നത് അതിർത്തിയുടെ ചിഹ്നങ്ങളാണ്. ഇത് കറുപ്പ് നിറത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്ന സിംബൽ ശ്രദ്ധിക്കൂ. നല്ല കട്ടിയുള്ള ലൈനും അതുപോലെ തന്നെ ഡോട്ടും. ഇത് അന്താരാഷ്ട്ര അതിർത്തിയെയാണ് സൂചിപ്പിക്കുന്നത്. കുറച്ചുകൂടി കട്ടി കുറഞ്ഞ വരകളും ഡോട്ടുകളുമാകുമ്പോഴോ സംസ്ഥാന അതിർത്തിയെ സൂചിപ്പിക്കുന്നു. ഇനി ഡോട്ട് ഇല്ലാത്ത ലൈനുകൾ ജില്ലാ അതിർത്തിയെ സൂചിപ്പിക്കുന്നു. ഇനി തന്നിരിക്കുന്ന ചിത്രം സൂചിപ്പിക്കുന്നത് താലൂക്ക് അതിർത്തികളെയാണ്. ഇനി അടുത്തതായി ജലാശയങ്ങളെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളും ചിഹ്നങ്ങളും നോക്കിയാലോ? ചിത്രത്തിൽ ജലാശയങ്ങളെ ഏത് നിറത്തിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? അതെ, നീല നിറത്തിലായാണ് ജലാശയങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ കട്ടി കുറഞ്ഞ ലൈൻ അരുവിയെ സൂചിപ്പിക്കുന്നു. ഇനി കട്ടി കൂടിയ ലൈനാണെങ്കിലോ നദികളെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ചില നദികളിൽ വേലിയേറ്റ സമയത്ത് ജലനിരപ്പ് ഉയരുകയും വേലിയിറക്ക സമയത്ത് ജലനിരപ്പ് താഴുകയും ചെയ്യും. അത്തരത്തിലുള്ള നദികളാണ്
വേലിയേറ്റ സ്വാധീനമുള്ള നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേലിയേറ്റ സ്വാധീനമുള്ള നദികളെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി കാണുന്ന 3 ചിഹ്നങ്ങളിൽ ആദ്യത്തേത് നീരുറവയെയും, രണ്ടാമത്തേത് കിണറിനെയും, മൂന്നാമത്തേത് കുഴൽ കിണറിനെയും സൂചിപ്പിക്കുന്നു. ഇനി നമുക്കറിയാം, ടോപ്പോ ഷീറ്റുകളിൽ സസ്യജാലങ്ങളെ ചിത്രീകരിച്ചിട്ടുണ്ട്. അവയാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇവ പച്ച നിറത്തിലാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ആദ്യത്തെ ചിത്രം കാണിച്ചിരിക്കുന്നത് പുൽവർഗ്ഗങ്ങളെയാണ്, രണ്ടാമത്തേത് പനകൾ, മൂന്നാമത്തേത് സ്തൂപികാഗ്ര വനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്, നാലാമത്തേത് മുളകളും, അഞ്ചാമത്തേത് ഇടതൂർന്ന കാടിനെയുമാണ് സൂചിപ്പിക്കുന്നത്. അവസാനം കൊടുത്തിരിക്കുന്നത് റിസർവ് വനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി പാർപ്പിടങ്ങളെ സൂചിപ്പിക്കുന്ന നിറത്തെയും ചിഹ്നത്തെയും നോക്കിയാലോ. ഇവിടെ ചിത്രത്തിൽ ആദ്യത്തേത് ചുവപ്പ് നിറം ഫില്ല് ചെയ്ത ചതുരം സ്ഥിരമായ വീടിനെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ചുവപ്പ് നിറം ഫില്ല് ചെയ്യാത്ത ചതുരം താൽക്കാലിക വീടുകളെ സൂചിപ്പിക്കുന്നു. ഇനി ബാക്കിയുള്ള 3 ചിത്രങ്ങളിൽ ആദ്യത്തേത് കേന്ദ്രീകൃത വാസസ്ഥലങ്ങളെയും, രണ്ടാമത്തേത് വിസരിത വാസസ്ഥലങ്ങളെയും, മൂന്നാമത്തേത് രേഖാകൃതിയിലുള്ള വാസസ്ഥലങ്ങളെയും സൂചിപ്പിക്കുന്നു. ഇനി ചുവപ്പ് നിറത്തിലാണ് പാർപ്പിടങ്ങളെ ടോപ്പോ ഷീറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തതായി സ്മാരകങ്ങളും കെട്ടിടങ്ങളും ടോപ്പോ ഷീറ്റുകളിൽ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. തന്നിരിക്കുന്ന ചിത്രത്തിൽ ആദ്യത്തെ ചതുരാകൃതിയിൽ മൂലകൾ കമാനാകൃതിയിൽ വരച്ച ചിത്രം കോട്ടയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത 3 ചിത്രങ്ങൾ ആരാധനാലയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ചിത്രം അമ്പലത്തെയും, രണ്ടാമത്തെ ചിത്രം ക്രിസ്ത്യൻ പള്ളിയെയും, മൂന്നാമത്തെ ചിത്രം മുസ്ലിം പള്ളിയെയുമാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത 2 ചിത്രങ്ങളിൽ ആദ്യത്തേത് ശവകുടീരത്തെയും, രണ്ടാമത്തേത് ശവപ്പറമ്പിനെയും കാണിച്ചിരിക്കുന്നു. അടുത്തതായി കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ മുകളിൽ ലൈറ്റിൻ്റെ ഷെയ്ഡ് കാണിച്ചിരിക്കുന്നത് ലൈറ്റ് ഹൗസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത ചിത്രത്തിൽ ചുവന്ന ചതുരത്തിൽ ചുവന്ന നിറം ഫില്ല് ചെയ്തിരിക്കുന്നതിൻ്റെ അടുത്തായി ഡിസ്പെൻസറി എന്ന് എഴുതിയിരിക്കുന്നതായി കാണാം. ഇത് ആരോഗ്യ കേന്ദ്രത്തെ സൂചിപ്പിക്കുന്നു. ഇനി അടുത്ത ചിത്രം നമുക്കറിയാം, വിമാനത്താവളത്തെ സൂചിപ്പിക്കുന്നു. ഇനി ചില കെട്ടിടങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ചിഹ്നങ്ങൾ ഉപയോഗിച്ചല്ല, അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ്. അതായത് PO സൂചിപ്പിക്കുന്നത് പോസ്റ്റ് ഓഫീസിനെയാണ്, TO ആകുമ്പോഴോ ടെലഗ്രാഫ് ഓഫീസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി PTO ആണെങ്കിലോ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഓഫീസിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് PS പോലീസ് സ്റ്റേഷനെ സൂചിപ്പിക്കുന്നു, IB ഇൻസ്പെക്ഷൻ ബംഗ്ലാവിനെ സൂചിപ്പിക്കുന്നു, RH റെസ്റ്റ് ഹൗസിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ കെട്ടിടങ്ങളെയും സ്മാരകങ്ങളെയും ചിത്രീകരിക്കുന്ന ചിഹ്നങ്ങളെ നമ്മൾ കണ്ടു. ഇനി ഉയരം ചിത്രീകരിക്കുന്നതിന് വ്യത്യസ്ത രീതിയിലുള്ള അടയാളങ്ങളും ചിഹ്നങ്ങളുമുണ്ട്. ചിത്രത്തിൽ ആദ്യത്തെ കാണിച്ചിരിക്കുന്നത് കോണ്ടൂർ രേഖകളാണ്. ഭൗമോപരിതലത്തിൽ ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ചേർത്തുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത്. അതുപോലെ ചില പ്രദേശങ്ങളുടെ സർവേ നടത്തി ഉയരം കണക്കാക്കുക ബുദ്ധിമുട്ടാണ്. അത്തരം പ്രദേശങ്ങൾ ഇതുപോലുള്ള ഡോട്ടഡ് സർക്കിൾ ഉപയോഗിച്ചാണ് ചിത്രീകരിക്കുന്നത്. അതിനെ ഫോം ലൈൻ എന്നും പറയുന്നു. ചില പ്രത്യേക സ്ഥലത്തിൻ്റെ ഉയരം മാത്രം രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന സിംബലാണ് അടുത്തതായി കാണിച്ചിരിക്കുന്നത്. ഇതിനെ സ്പോട്ട് ഹൈറ്റ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ പ്രദേശങ്ങളുടെ ഉയരം കണക്കാക്കാറുണ്ട്. അങ്ങനെ അളന്ന് തിട്ടപ്പെടുത്തുന്ന സ്ഥലങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിംബലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനെ ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് പറയുന്നു. ഇനി ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായ സ്ഥലങ്ങളിൽ ഉയരം ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ BM എന്ന അക്ഷരത്തോടൊപ്പമാണ് രേഖപ്പെടുത്തുന്നത്. അതിനുള്ള സിംബലാണ് നമ്മൾ ഈ കാണുന്ന ബെഞ്ച് മാർക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ടോപ്പോ ഷീറ്റുകളിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളും ചിഹ്നങ്ങളും നിറങ്ങളുമാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഭാഗത്തെപ്പറ്റി പഠിക്കാം.
ചോദ്യം 1. ചിത്രത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഓരോ ചിഹ്നങ്ങളും ഏതേത് ഭൂവിവരത്തെ സൂചിപ്പിക്കുന്നു? ഉത്തരം: എ. ടാർ ചെയ്ത റോഡ്. ബി. ടാർ ചെയ്യാത്ത റോഡ്. സി. നടപ്പാത. ഡി. വണ്ടിപ്പാത. ഇ. പാലവും റോഡും. ചോദ്യം 2. നൽകിയിട്ടുള്ള ചിഹ്നങ്ങൾ ഏതേത് ഭൂവിവരങ്ങളെ സൂചിപ്പിക്കുന്നു? ഉത്തരം: എ. റെയിൽപാത, ബോർഡ് ഗേജ്. ബി. റെയിൽപാതയും റെയിൽവേ സ്റ്റേഷനും. സി. റെയിൽപാത, മീറ്റർ ഗേജ്. ഡി. ലെവൽ ക്രോസിംഗ്. ഇ. റെയിൽപാതയും പാലവും. ചോദ്യം 3. ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഏതേത് ഭൂവിവരങ്ങളാണ്? ഉത്തരം: എ. അന്താരാഷ്ട്ര അതിർത്തി. ബി. സംസ്ഥാന അതിർത്തി. സി. ജില്ലാ അതിർത്തി. ഡി. താലൂക്ക് അതിർത്തി. ചോദ്യം 4. ഏതൊക്കെ ഭൂവിവരങ്ങളെയാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്? എ. അരുവി. ബി. നദി. സി. വേലിയേറ്റ സ്വാധീനമുള്ള നദി. ഡി. നീരുറവ. ഇ. കിണർ. എഫ്. കുഴൽക്കിണർ. ചോദ്യം 5. ധരാതലീയ ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്ന നിറങ്ങളും ചിഹ്നങ്ങളും ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ളവയാണ്. എന്തുകൊണ്ട്? ഉത്തരം: ഓരോ രാജ്യക്കാരും നിർമ്മിക്കുന്ന ഭൂപടങ്ങൾ മറ്റു രാജ്യക്കാർക്ക് കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടി. ചോദ്യം 6. ഈ 2 ചിഹ്നങ്ങളും റെയിൽവേ പാതകളെ സൂചിപ്പിക്കുന്നു. എന്നാൽ എന്താണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം? ഉത്തരം: ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്. ചോദ്യം 7. ഈ ചിഹ്നം ഒരു ധരാതലീയ ഭൂപടത്തിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം: ശവപ്പറമ്പ്. ചോദ്യം 8. ഒരു ധരാതലീയ ഭൂപടത്തിൽ PO, PS എന്നിവ എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം: PO പോസ്റ്റ് ഓഫീസ്. PS പോലീസ് സ്റ്റേഷൻ. ചോദ്യം 9. ധരാതലീയ ഭൂപടങ്ങളിൽ കോണ്ടൂർ രേഖകൾക്ക് ഒപ്പം നൽകിയിരിക്കുന്ന അക്കങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം: ഉയരം. ചോദ്യം 10. ധരാതലീയ ഭൂപടങ്ങളിൽ ഈ 2 ചിഹ്നങ്ങളും എന്ത് സവിശേഷതയെ സൂചിപ്പിക്കുവാനാണ് ഉപയോഗിക്കുന്നത്? ഏതേത് പേരുകളിലാണിവ അറിയപ്പെടുന്നത്? എന്താണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം? ഉത്തരം: ഉയരം, കോണ്ടൂർ രേഖകൾ, ഫോംലൻ. കോണ്ടൂർ രേഖകൾ ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്നു. കൃത്യമായ ഉയരം ലഭ്യമല്ല എങ്കിൽ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളിലൂടെ ചിത്രീകരിക്കുന്നു.